കർണ, ഞാൻ നിന്നെ മനസ്സിലാക്കിയിടത്തോളം മറ്റാരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും എന്നിൽ സംശയങ്ങൾ നിറയ്ക്കുന്നു. ദുര്യോധനൻ എന്താണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമെന്ന് കർണന് വ്യക്തമായില്ല. ദുര്യോധന, നീ അറിയുന്നത് മാത്രമാണ് ഈ കർണൻ. അതിനപ്പുറം ഒന്നും, ഒരു രഹസ്യവും എന്നിലില്ല. അല്ല കർണ, ഒരു രഹസ്യമുണ്ട്. അർജുനൻ. പാണ്ഡവർ 4 പേരോടും ഇല്ലാത്ത എന്ത് വൈരാഗ്യമാണ് നിനക്ക് അവനോടുള്ളത്? ഇത്രയും നാൾ ആ ആയുധം അർജുനന് വേണ്ടി മാത്രം കരുതി വെച്ചതാണ് നീ. നമ്മുടെ സൈന്യങ്ങളെ കൊന്നൊടുക്കിയ ഘടോത്കചനെതിരെ അത് എടുക്കാൻ പോലും നീ തയ്യാറായിരുന്നില്ല. അപ്പോഴും നിന്റെ ഉള്ളിൽ അർജുനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണ, നിന്റെ മൗനമല്ല ഇവിടെ വേണ്ടത്. അവനോടുള്ള പക എനിക്ക് നിന്റെ കണ്ണുകളിൽ ഈ നിമിഷം പോലും കാണാം. കർണന്റെ ചിന്ത മറ്റിടങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. അതിനൊരു ഉത്തരം എനിക്കറിയില്ല ദുര്യോധന. അന്ന് ജാതിയുടെ പേരിൽ എന്നെ പുറത്താക്കിയപ്പോഴും അവരെന്നെ പരിഹസിച്ചപ്പോഴും എനിക്ക് പകയോ ദേഷ്യമോ അല്ല തോന്നിയത്. മറിച്ച് ഒരൊറ്റപ്പെടലായിരുന്നു. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും അഭ്യാസം നടത്തുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരാളായി മാറുവാൻ. ഞാനും അർജുനൻ പഠിച്ച അതേ വിദ്യകളും അറിവും തന്നെയല്ലേ അവിടെ പ്രകടമാക്കിയത്. അവന് പ്രശംസയാണ് എല്ലാവരും നൽകിയതെങ്കിൽ എനിക്കോ? ഞാൻ എന്ത് ചെയ്താലും അവസാനം കേൾക്കുന്ന ഒരേ ഒരു കാര്യം, അവന്റെ ഒപ്പം നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന്. എന്താണ് ഈ യോഗ്യത ദുര്യോധന? ഒരു സൂതപുത്രനായത് എന്റെ കഴിവുകേടാണോ? ഒരു ക്ഷത്രിയനായി ജനിച്ചത് അവന്റെ കഴിവാണോ? ഞാൻ പരിഹസിക്കപ്പെടുമ്പോഴെല്ലാം വിജയം കൈവരിക്കുന്നത് അവൻ തന്നെയാണ്, അർജുനൻ. എനിക്ക് വയ്യ ദുര്യോധന. ഇനിയും ഈ വേദനകൾ ഏറ്റുവാങ്ങുവാൻ എനിക്ക് വയ്യ. ഇതെന്നേക്കുമായി നിൽക്കണം. പക്ഷേ ഞാനോ അവനോ ഉള്ളിടത്തോളം കാലം ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ കണ്ട വഴിയാണിത്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ.